ഇവിടെ കൊള്ളക്കാരാരാണെങ്കിലും അവര് പ്രോത്സാഹിപ്പിച്ച ആരാണെങ്കിലും അവരെ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ അയക്കുന്ന 5 വ്യാജ വാഗ്ദാനത്തിന്റെ ഒരു മാർഗരേഖയല്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മാർഗരേഖയല്ല. യോഗത്തിൽ ആരോ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ, എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതല്ല നമ്മൾ വേണ്ടത്. ഇവിടെ CPM-കാർ റെവല്യൂഷൻ പറഞ്ഞു നടക്കുമ്പോൾ BJP NDA ആഗ്രഹിക്കുന്നത് ഒരു ജോബ് റെവല്യൂഷൻ. ഈ മാനിഫെസ്റ്റോ വായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവരും വായിക്കണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഹൈ സ്പീഡ് റെയിൽ ലിങ്ക് തിരുവനന്തപുരം ടു കണ്ണൂർ, വിഴിഞ്ഞം പോർട്ട് കേരളത്തിന് വേണ്ടി ഒരു വലിയൊരു അവസരമാണ്. ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം ഇല്ലാത്ത ഒരു നാടായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മുടെ കേരളം. ഒടുക്കും ഇത് ഇന്ത്യയിൽ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു കേസായിരിക്കും ഈ എംപ്ലോയ്മെന്റ് ഇൻസെന്റീവ്. അതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. കാരണം നമ്മളെല്ലാ ഭക്ഷണ സാമഗ്രി എല്ലാം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്. അതാണ് സ്ഥിതി. ഈ മാനിഫെസ്റ്റോ ഇത് തയ്യാറാക്കിയത് എത്രയോ ചർച്ചയും എത്രയോ ഡിസ്കഷനും റിസർച്ചും എല്ലാം ചെയ്തിട്ടാണ് ഈ ഡോക്യുമെന്റ്, ഈ ഒരു വികസിത കേരളത്തിന് വേണ്ടി ഒരു വിഷൻ NDA തയ്യാറാക്കിയത്. ഇതിന് ആദ്യമായി ഞാൻ തുഷാർജി, സാബുജി, ഇവിടെ വന്ന എല്ലാ NDA കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടീസിന് നന്ദി പറയുന്നു. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഈ ഒരു മാർഗരേഖ ഞങ്ങൾ തയ്യാറാക്കിയത്. ഇതില് നമ്മളിപ്പോൾ 2026 കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ 2014 ഇന്ത്യയിൽ എന്തായിരുന്നു അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ സ്ഥിതി. ഇന്ന് ഡെവലപ്മെന്റ്, വികസനം, അടിസ്ഥാന സൗകര്യം, അതിനുവേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാവുന്നില്ല. കുട്ടികൾ, ഇതാണ് കേരളത്തിന്റെ ഇന്ന് സ്ഥിതി. കുട്ടികളുടെ മൈഗ്രേഷൻ ഡബിൾ ആവുന്നു. തൊഴിലില്ലായ്മ, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. കാരണം നമ്മുടെ എല്ലാ ഭക്ഷണ സാമഗ്രി എല്ലാം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്. അതാണ് സ്ഥിതി. കേരളത്തിന്റെ കടം 5 ലക്ഷം ക്രോസായി 6 ലക്ഷം വരെ എത്തുന്നു. 40% ഗ്രാജുവേറ്റ്സ് ഇന്ന് തൊഴിലില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ മാറ്റം അനിവാര്യമാണ്, മാറ്റം വേണം, അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ മാറ്റം എന്താണ്? ആ വികസിത കേരളം ആണ് മാറ്റം. ആ വികസിത കേരളം എന്താണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മാനിഫെസ്റ്റോന്റെ 5 പില്ലർ, ഒരു വലിയൊരു നിക്ഷേപവും ജോബിന്റെ റെവല്യൂഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ്, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം, ഒരു വളർച്ച, വികസിത കേരളത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ വികസനം ഉണ്ടാവാൻ വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റും ജോബ് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ അപ്പുറം ഫൈനാൻഷ്യൽ സെൽഫ് സഫിഷ്യൻറ്റ്, കടം വാങ്ങിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന സ്ഥിതിയല്ല. ഇവിടുത്തെ ഇക്കണോമിക് ആക്ടിവിറ്റിയും ഇവിടുത്തെ GSDP-യിൽ വളർച്ചയും അതാണ് നാടിനെ നന്നാക്കുന്ന, നാടിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ഒറ്റ മാർഗം. പിന്നെ ഹ്യൂമൻ സേഫ്റ്റി ആൻഡ് എൻവയറമെന്റൽ റെസിലിയൻസ്. ഇതാണ് 5 പില്ലർ. ഈ വികസിത കേരളം, ഈ മാർഗരേഖന്റെ 5 പില്ലർ ഇതാണ്. ഇതിന് 2 പോയിന്റ് ഞാൻ
പ്രസന്റ് ചെയ്യും. സാബുജി മറ്റ് 3 കാര്യങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ. നെക്സ്റ്റ്, ഒരു വികസിത കേരളം, ഒരു മോഡേൺ കേരളം, അതിൻ്റെ ആവശ്യമാണ് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇത് മാനിഫെസ്റ്റോന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ചെറിയ ഒരു സ്നാപ്ഷോട്ടാണ് ഈ പ്രസന്റേഷനിൽ തരുന്നത്. ഈ മാനിഫെസ്റ്റോ വായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവരും വായിക്കണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് നാടിനെ നന്നാക്കാൻ മാത്രമല്ല, നാടിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്ന ഒരു മാർഗരേഖയാണ് BJP എനിക്ക് മുമ്പോട്ട് വയ്ക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, നിതിൻ നമ്പീജി പറഞ്ഞ പോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ വരും BJP NDA സർക്കാർ ഉണ്ടെങ്കിൽ. ഹൈസ്പീഡ് റെയിൽ ലിങ്ക് തിരുവനന്തപുരം ടു കണ്ണൂർ, പാസഞ്ചർ ഓൺലി ഹൈസ്പീഡ് റെയിൽ ലിങ്ക്, അതൊരു എലിവേറ്റഡ് റെയിൽ ലിങ്ക് ആയിരിക്കും. നമ്മുടെ എക്സിസ്റ്റിംഗ് റെയിൽ നെറ്റ്വർക്കിനെ വളരെ ശക്തമാക്കും. സ്റ്റേറ്റ് റോഡ് നെറ്റ്വർക്ക്, നാഷണൽ ഹൈവേ അല്ല, സ്റ്റേറ്റിന്റെ റോഡ് നെറ്റ്വർക്കിനെ ഞങ്ങൾ മോഡേണൈസ് ചെയ്യും, അതിനെ ശക്തമാക്കും. നെക്സ്റ്റ്, വിഴിഞ്ഞം പോർട്ട് കേരളത്തിന് വേണ്ടി ഒരു വലിയൊരു അവസരമാണ്. ഇന്ന് ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്, അത് ഒരു മെയിൻ ലൈൻ പോർട്ട് ആയാൽ കേരളത്തിന് ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റാൻ, മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാൻ വളരെ സാധ്യത ഉള്ള ഒരു കാര്യമാണ് വിഴിഞ്ഞം പോർട്ട്. അത് BJP NDA സർക്കാർ നടപ്പിലാക്കും എന്നാണ് അടിസ്ഥാന സൗകര്യത്തിന് സെക്കൻഡ് ഒരു പ്രോമിസ്. നെക്സ്റ്റ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം ഇല്ലാത്ത ഒരു നാടായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മുടെ കേരളം. കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടാൻ അവർ പുറത്തു പോകുന്നു, ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുന്നില്ല. കാരണം നമ്മുടെ ടാലന്റ് എല്ലാം പുറത്തു പോകുന്നു, മറ്റ് രാജ്യങ്ങളിൽ പോകുന്നു, മറ്റ് സംസ്ഥാനത്തിൽ പോകുന്നു. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു വാഗ്ദാനം, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ ഒരു വിഷൻ, മാനുഫാക്ചറിങ്, ടെക്നോളജി, ടൂറിസം, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്. ഈ മാനുഫാക്ചറിങ്ങിൽ ഇലക്ട്രോണിക്സും ഫാർമയും, ടെക്നോളജി, ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്, ഈ 4 ഏരിയയിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ജോബ് റെവല്യൂഷൻ. ഇവിടെ CPM-കാര് റെവല്യൂഷൻ പറഞ്ഞു നടക്കുമ്പോൾ BJP NDA ആഗ്രഹിക്കുന്നത് ഒരു ജോബ് റെവല്യൂഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ജോബ് റെവല്യൂഷൻ കൊണ്ടുവരാനാണ്. അതിന് ഇന്ത്യ രാജ്യത്തിൽ ആദ്യത്തെ സ്റ്റേറ്റ് ആയിരിക്കും ഒരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അപ്പോ ഫാക്ടറീസ് ഇവിടെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോരോ എംപ്ലോയിന്റെ ബേസിസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, BJP NDA ഉള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്കൊരു ക്യാപിറ്റൽ സബ്സിഡി കൊടുക്കും. അപ്പൊ ഇവിടെ നിക്ഷേപം കൊണ്ടുവരാനും ഇവിടെ ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പ് ചെയ്യാനും സ്റ്റേറ്റ് ഗവൺമെന്റ്, BJP NDA സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് കൊടുക്കും. ഇത് ഇന്ത്യയിൽ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു കേസ് ആയിരിക്കും ഈ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്. അതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞ പോലെ സൺറൈസ് സെക്ടേഴ്സ്, ഇലക്ട്രോണിക്സ്, ഫാർമ, ടെക്നോളജി, ഇന്നോവേഷൻ, അതിനുവേണ്ടി ഒരു PLI സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഞങ്ങൾ നടപ്പിലാക്കും. ഇവിടെ കേരളത്തിൽ കുറെ നാഷണൽ ഗവൺമെന്റിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റും നാഷണൽ ഗവൺമെന്റും ഒരു ഡബിൾ എൻജിൻ സർക്കാരായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യും. അത് കളമശ്ശേരി ഒരു ഉദാഹരണമാണ്. അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, എസ്പെഷ്യലി ഇൻ മാനുഫാക്ചറിങ്. അടുത്തത് എക്വിറ്റി, ഇക്വാളിറ്റി, റെസ്പോൺസീവ് ഗവർണൻസ്. ഇത് മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അവർ ആവശ്യപ്പെടുന്നത് ഭരണശൈലിയിൽ മാറ്റം, ഗവർണൻസിൽ മാറ്റം, ട്രാൻസ്പെറൻസി അവർ ആവശ്യമാണ്. 3-4 ദിവസം മുമ്പേ ഒരു യോഗത്തിൽ ആരോ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ
എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതല്ല നമ്മൾ വേണ്ടത്. നമ്മൾക്ക് വേണ്ടത് റെസ്പോൺസീവ് ട്രാൻസ്പെറന്റ് ഗവർണൻസ് ആണ് ജനങ്ങളുടെ ജന്മാവകാശം. നെക്സ്റ്റ്, ഇതില് 2 ദിവസം മുമ്പേ നമ്മുടെ രാഹുൽ ഗാന്ധിജി പറഞ്ഞു BJP ശബരിമല ഇഷ്യൂനെ ഉയർത്തിപ്പിടിക്കുന്നില്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഇത് നരേന്ദ്രമോദിജി കൊച്ചിയിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ കൊള്ളക്കാരാരാണെങ്കിലും അവര് പ്രോത്സാഹിപ്പിച്ച ആരാണെങ്കിലും അവരെ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ അയക്കുന്ന മോദിജിന്റെ ഗ്യാരണ്ടിയാണ്. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലും മാർഗരേഖയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം ദേവസ്വം ബോർഡ് എന്ന ഒരു സ്ഥാപനം, അതിൻ്റെ കംപ്ലീറ്റ് റീവാമ്പും അതിൻ്റെ കംപ്ലീറ്റ് റിഫോം ആണ് ഞങ്ങൾ ഇതിൽ പ്രോമിസ് ചെയ്യുന്നത്. ശബരിമല എന്ന ഒരു പുണ്യസ്ഥലം, നമ്മളെ എല്ലാവരും ഭക്തന്മാരെല്ലാം പോകുന്ന സ്ഥലം, അതിൻ്റെ ഒരു ആധുനികീകരണം, മോഡേണൈസേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് മറ്റൊരു കാര്യം ഈ മാർഗരേഖയിൽ ഞങ്ങൾ പറയുന്നു. നെക്സ്റ്റ്, മറ്റൊരു പ്രോമിസ്, ക്രിസ്ത്യൻ സമുദായത്തിന് മൈക്രോ മൈനോറിറ്റി സ്റ്റേറ്റസ് ആയിട്ട് അതിന് ലീഗലും മറ്റേ റൂൾസ് ബേസ്ഡ് എന്ത് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ചെയ്യും. അത് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് ഇവിടെയും സെൻട്രൽ ഗവൺമെന്റിലും കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് പറയുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ മൈക്രോ മൈനോറിറ്റി സ്റ്റേറ്റസ് കൊടുക്കും. പിന്നെ എൻഷുർ ഇക്വിറ്റബിൾ ആക്സസ്, എല്ലാ വെൽഫെയർ സ്കീംസും മൈനോറിറ്റീസിനും SC/ST വെൽഫെയർ സ്കീംസിന്റെ എക്വിറ്റബിൾ ആക്സസ് ഞങ്ങൾ എൻഷുർ ചെയ്യും, ഗ്യാരണ്ടി ചെയ്യും. അതിനുവേണ്ടി ലോ കൊണ്ടുവരണമെങ്കിൽ ലോ കൊണ്ടുവരും. നെക്സ്റ്റ്, ഒരു 2 വാക്ക് ഗവർണൻസിനെ കുറിച്ച് നിതിൻ നബീൻജി അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഡിജിറ്റൽ ടെക്നോളജി, AI രണ്ടും നന്നായി എംബെഡ് ചെയ്തിട്ട് ഞങ്ങൾ ഗവർണൻസിൽ റെസ്പോൺസിവ്നെസ്സും സ്പീഡും ട്രാൻസ്പെറൻസിയും അഴിമതി ഇല്ലാത്തൊരു ഗവർണൻസ് ഞങ്ങൾ കൊണ്ടുവരും. AI ഇതിൻ്റെ ഒരു മുഖ്യ ടൂളാക്കി ജനങ്ങൾക്കൊരു ട്രാൻസ്പെറൻസിയും കറപ്ഷൻ ഫ്രീ ഗവർണൻസ് ഞങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഒരു 5 വ്യാജ വാഗ്ദാനത്തിന്റെ ഒരു മാർഗരേഖയല്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മാർഗരേഖയല്ല. ഇത് ഒരു കേരളത്തിനെ ഒരു വികസിത കേരളം ആക്കാൻ ഒരു ദിശയും ദശയും കൊടുക്കുന്ന ഒരു മാർഗരേഖയാണ്. ഇതുവരെ കിട്ടാത്ത കാണാത്ത ഒരു വികസനം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ശ്രമമാണ്. ഇതിനു വേണ്ടി അധ്വാനിക്കും. ഇതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഇത് ഞങ്ങൾ നടപ്പിലാക്കി തരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.